എന്തിനാണ് എന്റെ രട്ടഴിച്ചത്? എന്തിനാണ് എനിക്ക് എന്റെ കാതുകൾക്ക് നൃത്തം നൽകിയത്? വേദനയുടെ വേഷമഴിച്ച്, കണ്ണുനീരിന്റെ വേഷമഴിച്ച്, ഏകാന്തതയുടെ വേദനയുടെ വേഷമഴിച്ച് എനിക്ക് ആനന്ദം നൽകിയത് എന്തിനാണെന്ന് എനിക്കറിയാം എന്ന് സങ്കീർത്തനക്കാരൻ പ്രഖ്യാപിക്കുന്നു. എനിക്ക് ആ ഒരു സ്ഥിതി മാറ്റിയത് ഞാൻ ഇനി മിണ്ടാതിരിക്കരുത്. എത്ര പേർക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ കഴിയും? വിലാപത്തെ മാറ്റിയിട്ടുണ്ടെങ്കിൽ, നൃത്തം തന്നിട്ടുണ്ടെങ്കിൽ, നിന്റെ വേഷം അഴിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ, നിന്റെ കണ്ണുനീരിനെ അവൻ തുടച്ചിട്ടുണ്ടെങ്കിൽ, നിന്റെ സ്ഥിതിയെ മാറ്റിയിട്ടുണ്ടെങ്കിൽ, അതിനൊറ്റ ഉദ്ദേശമേ ഉള്ളൂ: നീ മൗനമായിരിക്കരുത്. അധരം തുറന്നൊരു അല്പസമയം എത്ര പേർക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ അകത്താത്മാവേശമുള്ളവർ എത്ര പേർ ഈ ആലയത്തിൽ വന്നിട്ടുണ്ട്? അധരം തുറന്ന് സ്തോത്രം ചെയ്യട്ടെ. നീ മൗനമായിരിക്കരുത്, നീ മൗനമായിരിക്കരുത്, നീ മൗനമായിരിക്കരുത്. യേശുവേ, ഹല്ലേലൂയ. ഞാൻ ഒന്നും കൂടെ അതിനൊന്ന് ഊന്നൽ കൊടുത്തു പറയുന്നു. അവൻ നമുക്ക് സ്ഥിതി മാറ്റിയത്, രട്ടടിച്ചത്, വേഷം മാറ്റിയത്, ഇന്നലകളിൽ നിങ്ങൾ ഇരുന്ന പൊസിഷനിൽ നിന്ന് നിങ്ങളെ മാറ്റിയത്, നിങ്ങൾക്കൊരു വിശാലത നൽകിയത് എന്തിനാണെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. ലേഖകൻ പറഞ്ഞു, ഇനി ഞാൻ മൗനമായിരിക്കില്ല. അവൻ എന്റെ രട്ടഴിച്ച്, എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഇനി ഞാൻ മൗനമായിരിക്കില്ല. എന്റെ വായിൽ സ്തുതി ഉയർന്നു കേൾക്കും. ഞാൻ പാട്ടുപാടും, എന്റെ ദൈവത്തിന് പാട്ടുപാടും. എത്ര പേർക്ക് അന്തരം തുറന്ന് സ്ഥിതി മാറ്റിയെങ്കിൽ, രട്ടഴിച്ചെങ്കിൽ, കണ്ണുനീരിനെ തുടച്ചെങ്കിൽ, എത്ര പേർക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ പറ്റും? സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിലിരുന്ന മനുഷ്യനെ അവനെ എടുത്തുകൊണ്ടുവന്ന് ഇരുത്തുന്ന യാചിക്കുന്ന ഇന്നലത്തെ സ്ഥിതികൾക്ക് ദൈവം മാറ്റം കൊടുത്തപ്പോൾ, യേശുവിന്റെ നാമത്തിൽ വിടുതലുണ്ടായപ്പോൾ, അവനോട് ആരും പറഞ്ഞില്ല, നീ തുള്ളാൻ പറഞ്ഞില്ല, നീ ചർച്ചിനകത്ത് കയറാൻ പറഞ്ഞില്ല, നടന്നും തുള്ളിയും വായും തുറന്ന് മഹത്വപ്പെടുത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു, സ്വർഗത്തിന്റെ വിടുതൽ അനുഭവിച്ച ആർക്കും അടങ്ങിയിരിക്കാൻ കഴിയില്ല. ദൈവം വിടുതൽ തന്നിട്ടുള്ള ആർക്കും, അവന്റെ മഹത്വം കണ്ട ആർക്കും അടങ്ങിയിരിക്കാൻ കഴിയില്ല. അവൻ പ്രവൃത്തി വെളിപ്പെടുത്തിയിട്ടുള്ള ആർക്കും ഇന്ന് മകൻ അടങ്ങിയിരിക്കാൻ കഴിയില്ല. Yes, hallelujah.